നമസ്തേ. ഒരു പകൽ അരമണിക്കൂറിൽ സ്വാഗതം ടോപ്പ് 7 തിരക്കുപിടിച്ച തദ്ദേശ വോട്ട് ചൂടിലേക്ക് അമരുകയാണ് കേരളം. കവലകളിൽ ഇനി കൊടികൾ പടരും, ചുവരുകളിൽ ചിരിമുഖങ്ങൾ നിറയും. സ്ഥാനാർത്ഥികൾ വീടുവീടാന്തരം പലവട്ടം കയറിയിറങ്ങും. ഉച്ചഭാഷണികൾ മുഴങ്ങിത്തുടങ്ങും. സംസ്ഥാനത്ത് 2 ഘട്ടങ്ങളായാണ് തെരഞ്ഞെടുപ്പ്. ആദ്യഘട്ടം ഡിസംബർ 9-നും രണ്ടാം ഘട്ടം 11-നും നടക്കും. ഡിസംബർ 13-നാണ് വോട്ടെണ്ണൽ. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. നവംബർ 14-ന് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തിറക്കും. നാമനിർദ്ദേശ പത്രിക നവംബർ 21 വരെ നൽകാം. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം എന്നീ 7 ജില്ലകളിലായിരിക്കും ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് ഡിസംബർ 9-ന് നടക്കുക. രണ്ടാം ഘട്ടത്തിൽ തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള 7 ജില്ലകളിലും വോട്ടെടുപ്പ് നടക്കും. വോട്ടെടുപ്പ് വിജ്ഞാപന തീയതി മുതൽ നാമനിർദ്ദേശ പത്രിക നൽകാം. തെരഞ്ഞെടുപ്പിനായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാനവാസ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിജ്ഞാപനവും വരണാധികാരി പുറപ്പെടുവിക്കുന്ന തെരഞ്ഞെടുപ്പ് നോട്ടീസ് പരസ്യപ്പെടുത്തലും 2025 നവംബർ 14 വെള്ളി. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി 2025 നവംബർ 21 വെള്ളി. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന സ്ക്രൂട്ടിനി 2025 നവംബർ 22 ശനി. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി, വിഡ്രോവലിനുള്ള അവസാന തീയതി 2025 നവംബർ 24 തിങ്കൾ. 2 ഘട്ടമായിട്ടാണ് ഇത്തവണ പോളിംഗ് നടത്തുന്നത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ 2025 ഡിസംബർ 9 ചൊവ്വാഴ്ചയായിരിക്കും പോളിംഗ്. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 7 ജില്ലകളിൽ 2025 ഡിസംബർ 11 വ്യാഴാഴ്ചയായിരിക്കും പോളിംഗ്. രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയായിരിക്കും പോളിംഗ്. വോട്ടെണ്ണൽ നടത്തുന്നത് കൗണ്ടിംഗ് 2025 ഡിസംബർ 13 ശനിയാഴ്ചയാണ്. സംസ്ഥാനത്താകെ 1200 തദ്ദേശ സ്ഥാപനങ്ങളാണുള്ളത്. അതിൽ മട്ടന്നൂർ മുനിസിപ്പാലിറ്റിയുടെ തിരഞ്ഞെടുക്കപ്പെട്ട സമിതിയുടെ കാലാവധി അവസാനിക്കുന്നത് 2027 സെപ്റ്റംബർ 10 മാത്രമാണ്. അതൊഴികെയുള്ള 1199 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പ് നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. സംസ്ഥാനത്തെ പെരുമാറ്റച്ചട്ടം ഇന്നു മുതൽ നിലവിൽ വന്നു. മട്ടന്നൂർ നഗരസഭ ഒഴികെയുള്ള 1199 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആകെ 23,576 വാർഡുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. മട്ടന്നൂരിൽ തെരഞ്ഞെടുപ്പ് പിന്നീട് നടക്കും. സംസ്ഥാനത്ത് ആകെ 33,746 പോളിംഗ് സ്റ്റേഷനുകളിലാകും ഉണ്ടാവുക. 1,37,922 ബാലറ്റ് യൂണിറ്റുകൾ തെരഞ്ഞെടുപ്പിനായി സജ്ജമാക്കിയിട്ടുണ്ട്. 50,691 കൺട്രോൾ യൂണിറ്റുകളും ഉണ്ടാകും. 1,249 റിട്ടേണിംഗ് ഓഫീസർമാരായിരിക്കും വോട്ടെടുപ്പിനായി ഉണ്ടാവുക. ആകെ 1,80,000 ഉദ്യോഗസ്ഥരെ വോട്ടെടുപ്പിനായി നിയോഗിക്കും. സുരക്ഷയ്ക്കായി 70,000 പോലീസ് ഉദ്യോഗസ്ഥരെയും നിയോഗിക്കുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുള്ള ദുരുപയോഗം തടയാനുള്ള നടപടികളും ഉണ്ടാകും. ആകെ 2.5 ലക്ഷം ഉദ്യോഗസ്ഥരായിരിക്കും തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനായി ഉണ്ടാവുക. തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നടക്കുന്നില്ലെങ്കിലും മട്ടന്നൂരിലും പെരുമാറ്റച്ചട്ടം ബാധകമായിരിക്കും. ജനം, തിരുവനന്തപുരം. വലിയ ആത്മവിശ്വാസത്തിലാണ് BJP. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ മാറ്റം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണെന്ന് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറയുന്നു. ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാട് വികസനത്തെക്കുറിച്ചാണ്. ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കുന്ന ഭരണം നടത്തുമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഒടുവിൽ ഇടതുമുന്നണിയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. മേയർ ആര്യ രാജേന്ദ്രന് ഇടമില്ലാത്ത പട്ടിക. എന്തിന്? പ്രഖ്യാപന വാർത്താ സമ്മേളനത്തിൽ മേയറെ ക്ഷണിച്ചതുപോലുമില്ല. ഏതായാലും തെരഞ്ഞെടുപ്പ് ഗോതയിൽ മത്സരം കടുക്കുമെന്ന് ഉറപ്പാണ്. ആളെ കൂട്ടി ആൾക്കൂട്ടത്തിലേക്ക് ഇറങ്ങുകയാണ് പാർട്ടികൾ. വിവരങ്ങളുമായി പ്രജിത് മോഹനനൊപ്പം ചേരുന്നു. പ്രജിത്ത്, ചിത്രം തെളിയുന്നോ? പാർട്ടികൾ, മുന്നണികൾ വലിയ ആത്മവിശ്വാസത്തിലോ? എന്താണ് തലസ്ഥാനത്തടക്കം കാണുന്ന കാഴ്ചകൾ?
തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചതോടെ 3 മുന്നണികളും ഒപ്പം പ്രാദേശിക പാർട്ടി സംവിധാനങ്ങളുമെല്ലാം വലിയ ആവേശത്തിലാണ്. ഇത് ഇത്തവണ പ്രചാരണം കടുപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇന്ന് തന്നെ രാവിലെ തന്നെ BJP അടക്കമുള്ള സംഘടനകൾ വലിയ പ്രചാരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്രാദേശിക തലത്തിൽ പ്രധാനപ്പെട്ട വോട്ടർമാരെയൊക്കെ നേരിട്ട് കണ്ട് വോട്ടുറപ്പിക്കുന്ന നടപടികളുമായി അവർ മുന്നോട്ട് പോകുന്നു. ഒപ്പം പലയിടങ്ങളിലും പ്രചാരണ പ്രവർത്തനങ്ങളും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം പോലെയുള്ള പ്രധാനപ്പെട്ട കോർപ്പറേഷനുകളിലൊക്കെ ഈ പ്രചാരണ പ്രവർത്തനങ്ങൾ ആദ്യം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഒന്ന്, തിരുവനന്തപുരത്ത് 3 മുന്നണികളും ഇപ്പോൾ അവരുടെ സ്ഥാനാർത്ഥികളെ ഏറെക്കുറെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. BJP 67 സ്ഥാനാർത്ഥികളെയും CPM LDF 93 സ്ഥാനാർത്ഥികളെയും കോൺഗ്രസും അതുപോലെ അവരുടെ സ്ഥാനാർത്ഥികളെ പലയിടത്തും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളെ പ്രത്യേകിച്ച് KS ശബരിനാഥനെ പോലെയുള്ള സ്ഥാനാർത്ഥികളെ മുന്നിട്ടിറക്കി കോൺഗ്രസ്, ഒപ്പം R ശ്രീലകയെ പോലെയുള്ള സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കി BJPയും ഒക്കെ കളം നിറഞ്ഞു കഴിഞ്ഞു. അതോടൊപ്പം തന്നെയാണ് ഈ BJPയുടെ സ്ഥാനാർത്ഥികളുടെ കാര്യം പറയുമ്പോൾ മുൻ DGP ആയിട്ടുള്ള R ശ്രീലക മുതൽ വീട്ടമ്മമാർ വരെയുള്ളവരാണ് സ്ഥാനാർത്ഥി പട്ടികയിലുള്ളത്. എല്ലായിടത്തും പ്രചാരണത്തിന് ഓടിയെത്താനുള്ള ശ്രമങ്ങളുമായി എല്ലാ രാഷ്ട്രീയ നേതാക്കളും സജീവമായി രംഗത്തുണ്ട്. ഒന്ന്, നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കം എന്നുള്ള വിലയിരുത്തൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ അപ്രകാരമുള്ള ഒരു പ്രാധാന്യം ഈ തെരഞ്ഞെടുപ്പിന് നൽകുന്നുണ്ട്. 3 മുന്നണികളും വിജയപ്രതീക്ഷയിലാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിൽ ഒന്ന്, UDF പ്രതീക്ഷിക്കുന്നത് ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കമുണ്ടാക്കിയ വലിയ നേട്ടം അത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ ആവർത്തിക്കാം എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അവർ കണക്ക് കൂട്ടുന്നത്. അതോടൊപ്പം തന്നെ നേരത്തെ ഉണ്ടായിട്ടുള്ള പല ഉപതെരഞ്ഞെടുപ്പുകളിലും ജയിക്കാനായതിൻ്റെ ആത്മവിശ്വാസവും അവർക്കുണ്ട്. ഈ സർക്കാരിനെതിരെ വലിയൊരു ഭരണവിരുദ്ധ വികാരമുണ്ട്. അത് ഫലപ്രദമായി ഉപയോഗിച്ചാൽ സർക്കാരിനെ താഴെ ഇറക്കാം എന്നുള്ള പ്രതീക്ഷയുമായി നിയമസഭാ തെരഞ്ഞെടുപ്പിന് പോകുമ്പോൾ അതിന് മുന്നോടിയായി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സമാനമായ രീതിയിലുള്ള ഒരു ഫലം ഉണ്ടാക്കിയെടുക്കേണ്ടതും UDFന് ആവശ്യമാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള സജീവമായ പ്രവർത്തനങ്ങളുമായി അവർ മുന്നോട്ട് പോകുന്നു. ഒരു വശത്ത്, മറുവശത്ത് LDF ആകട്ടെ സർക്കാരിനോട് അല്ലെങ്കിൽ സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങളിൽ ഊന്നി തന്നെയാണ്, അല്ലെങ്കിൽ അതിൽ തോട്ടായി മാറുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെ അവർ മുന്നോട്ട് പോകുന്നു. പ്രത്യേകിച്ച് ക്ഷേമ പെൻഷൻ 2000 ആക്കി ഉയർത്തിയടക്കമുള്ള വിഷയങ്ങൾ ജനങ്ങളിൽ എത്തിച്ച് പ്രചാരണം നടത്തുക എന്നുള്ളതാണ് കാണുന്നത്. ഇപ്പോൾ CPMന്റെയും അതോടൊപ്പം തന്നെ LDFന്റെയും ഒക്കെ പ്രവർത്തകർ പല സ്ഥലങ്ങളിലും ഈ സ്ക്വാഡ് പ്രവർത്തനങ്ങളും പ്രാദേശിക കൺവെൻഷനുകളും ഒക്കെ തുടങ്ങിക്കഴിഞ്ഞു. അതോടൊപ്പം തന്നെ BJPയുടെയും NDAയുടെയും പ്രതീക്ഷ എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിന് അനുവദിച്ച പദ്ധതികൾ, അതോടൊപ്പം തന്നെ മോദി സർക്കാർ കൊണ്ടുവന്ന ജനകീയമായിട്ടുള്ള പദ്ധതികൾ, ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള പദ്ധതികളും വികസന പ്രവർത്തനങ്ങളും ഒക്കെ മുന്നോട്ട് വെച്ച് അത് ക്യാഷ് ചെയ്യാമെന്നുള്ള പ്രതീക്ഷയിലാണ് എന്നുള്ളതാണ്. പ്രധാനമായും ഉയർത്തിക്കാട്ടുന്നത് ഇപ്പോൾ PM ശ്രീ പോലെയുള്ള പദ്ധതികൾ, സംസ്ഥാനത്തിന് ആവശ്യമായ പദ്ധതികൾ രാഷ്ട്രീയം കളിച്ച് ഒഴിവാക്കുന്ന സാഹചര്യവും അവർ ഉയർത്തിക്കാട്ടും എന്നുള്ളതാണ്. അതിനനുസരിച്ചുള്ള പ്രചാരണ പ്രവർത്തനങ്ങളുമായി BJP മുന്നോട്ട് പോവുകയാണ്. വികസനമാണ് BJP മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന അജണ്ട. ആ അജണ്ടയിൽ ഊന്നിക്കൊണ്ട് ഇതുവരെ ഇല്ലാത്ത വികസനം കേരളത്തിന് സാധ്യമാക്കാൻ കഴിയുമെന്നുള്ളതാണ്. 3 മുന്നണികളും അരയും തലയും മുറുക്കി പ്രചാരണ രംഗത്ത് സജീവമാകുന്നു. LDFന്റെ സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിച്ചതോടെ നാളെ മുതൽ ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നു. 3 മുന്നണികൾക്കും ഏകദേശം എല്ലായിടത്തും സ്ഥാനാർത്ഥികളാകുന്നു. ഇനി അങ്കത്തട്ടുണർന്നു തന്നെ നിൽക്കും. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രജിത് മോഹനൻ. വന്ദേ ഭാരതിനുള്ളിൽ മാത്രമല്ല, ഭാരതത്തിലെവിടെയും പാടാൻ ഒരുക്കമാണ്. തിട്ടൂരങ്ങളെ ആട്ടിപ്പായിച്ച് ദേശീയതയെ ചേർത്തുപിടിച്ച് ഇളമക്കര സരസ്വതി വിദ്യാനികേതൻ സ്കൂളിലെ കുട്ടികൾ. സമൂഹമാധ്യമങ്ങളിലും തരംഗമായ കുട്ടിക്കൂട്ടം ജനം TVക്കൊപ്പം ചേർന്നു. ഭാരതത്തിനു വേണ്ടി ഒറ്റ മനസ്സോടെ പ്രവർത്തിക്കുമെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ KP ഡിൻഡോ. തിട്ടൂരങ്ങളെ കടക്കുപുറത്ത് എളമക്കര സരസ്വതി വിദ്യാനികേതനിലെ കുട്ടികൾ എക്കാലവും ദേശീയതയ്ക്കൊപ്പം തന്നെ. പതിവ് പോലെ സരസ്വതി പ്രാർത്ഥനയോടെയാണ് ക്ലാസുകൾ ആരംഭിച്ചത്. സ്കൂൾ അസംബ്ലിയിൽ ദേശഭക്തി ഗാനങ്ങൾ മുഴങ്ങി. വന്ദേ ഭാരതിൽ വന്ദേമാതരവും പരമപവിത്രമതാമി മണ്ണിലെന്നു തുടങ്ങുന്ന ദേശഭക്തി ഗാനവും പാടാൻ വിദ്യാർത്ഥികൾ കാട്ടിയ വിവേചന ബുദ്ധിയെ സ്കൂൾ പ്രിൻസിപ്പൽ KP ഡിൻഡോ അഭിനന്ദിച്ചു. സ്കൂളിനെതിരെ നടപടിയെടുക്കുമെന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭീഷണിയിൽ സ്കൂൾ പ്രിൻസിപ്പലിന്റെ മറുപടി ഇങ്ങനെ: ആക്ഷൻ എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആരെയും വല്ലതും കട്ടുപറിച്ചിട്ടോ അല്ലെങ്കിൽ ദേശദ്രോഹപരമായ കാര്യങ്ങൾ ചെയ്തിട്ടോ അല്ല ഇവിടെ ഞങ്ങൾ ക്രൂസിഫൈ ചെയ്തിരിക്കുന്നത്. പകരം ഒരു ദേശഭക്തിഗാനം ചൊല്ലിയതിൻ്റെ പേരിലാണ്. അതിൻ്റെ പേരിൽ ഒരാക്ഷനും ഉണ്ടാവില്ല എന്ന് പൂർണ്ണമായ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. കാരണം നിയമപരമായിട്ട് മാത്രമാണ് ഈ വിദ്യാലയം നമ്മൾ പ്രവർത്തിക്കുന്നത്. അത് ആ ഒരു വിശ്വാസമുണ്ട്.
വന്ദേ ഭാരത് എക്സ്പ്രസിൽ പാടി അഭിനന്ദനമേറ്റുവാങ്ങിയ പരമപവിത്രമതാമി മണ്ണിലെന്ന ദേശഭക്തിഗാനം അത്യധികം അഭിമാനത്തോടെയാണ് വിദ്യാർത്ഥികൾ വീണ്ടും പാടിയത്. പരമപവിത്രമതാമി മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ പുണ്യവാഹിനി സേചനമേൽക്കും പൂങ്കാവനങ്ങളുണ്ടിവിടെ, പൂങ്കാവനങ്ങളുണ്ടിവിടെ. ജനം, കൊച്ചി. രാജ്യവിരുദ്ധരുടേതല്ല നമ്മുടെ ഭാരതം. ദേശഭക്തിയുടെ UP മോഡൽ അവതരിപ്പിച്ച് യോഗി ആദിത്യനാഥ്. ഉത്തർപ്രദേശിലെ എല്ലാ വിദ്യാലയങ്ങളിലും ദേശീയ ഗീതമായ വന്ദേ മാതരം നിർബന്ധമാക്കി ഉത്തരവിറക്കി. കേരളത്തിൽ ദേശഭക്തി ഗാനങ്ങൾക്കെതിരെ ഇടതും ഇസ്ലാമിസ്റ്റും നിലകൊള്ളുമ്പോഴാണ് യോഗിയുടെ മാതൃകാ നടപടി. ഗോരഖ്പൂരിൽ നടന്ന പൊതുപരിപാടിക്കിടെയാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പ്രഖ്യാപനം നടത്തിയത്. സ്കൂളുകളും കോളേജുകളും ഉൾപ്പെടെ ഉത്തർപ്രദേശിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും വന്ദേ മാതരം ആലപിക്കണമെന്നാണ് ഉത്തരവ്. രാഷ്ട്രത്തോടുള്ള സ്നേഹവും ബഹുമാനവും പ്രകടിപ്പിക്കാനാണ് പുതിയ തീരുമാനമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നു. വന്ദേ മാതരത്തിന്റെ 150ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് പുതിയ പ്രഖ്യാപനം എത്തിയത്. ദേശീയ ഗീതമായ വന്ദേ മാതരം കോൺഗ്രസ് വെട്ടിച്ചെറുതാക്കി വികലമാക്കിയെന്ന് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ആരോപണം ഉന്നയിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിൽ കോൺഗ്രസിനെ അതിരൂക്ഷമായ ഭാഷയിൽ യോഗി ആദിത്യനാഥ് വിമർശിക്കുകയും ചെയ്തു. കേരളത്തിൽ ദേശഭക്തി ഗാനങ്ങൾക്കെതിരെ ഇടത് ഇസ്ലാമിസ്റ്റ് സംഘടനകൾ രംഗത്ത് വരുമ്പോഴാണ് യോഗിയുടെ നടപടിയെന്നതും ശ്രദ്ധേയം. എസ് ശ്രീകാന്ത്, ജനം, ഡൽഹി. ബിഗ് ബിഹാറിൽ 2ാം അംഗമാണ് നാളെ. 20 ജില്ലകളിലെ 122 മണ്ഡലങ്ങൾ നാളെ വോട്ടിടും. വോട്ടെടുപ്പ് ക്രമീകരണങ്ങൾ പൂർത്തിയാക്കിയെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. വടക്കൻ ബീഹാറിൽ സീതാദേവിയുടെ ജന്മനാടായ സീതാമഠിയിൽ നിന്ന് ജിഷ്ണു കൃഷ്ണനൊപ്പം ചേരുന്നു. ജിഷ്ണു, വലിയ ആത്മവിശ്വാസത്തിലാണ് NDA എന്നറിയാം. ആദ്യഘട്ടം കഴിഞ്ഞപ്പോൾ തന്നെ അതവർ പ്രകടിപ്പിച്ചതുമാണ്. 2ാം ഘട്ടം എങ്ങനെ? ബീഹാറിൽ 2ാം ഘട്ട വോട്ടെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. 122 മണ്ഡലങ്ങൾ നാളെ ജനവിധി രേഖപ്പെടുത്തും. ഇവിടങ്ങളിൽ അതിശക്തമായ പ്രചരണ പ്രവർത്തനങ്ങൾക്ക്, പരസ്യ പ്രചരണത്തിന് ഇന്നലെ വൈകിട്ടോടുകൂടി അവസാനിച്ചിരുന്നു. ഇന്ന് നിശബ്ദ പ്രചരണത്തിന്റെ ദിവസമായിരുന്നു. 20 ജില്ലകൾ, ഗയ, മധുബനി, ഈസ്റ്റ്, വെസ്റ്റ് ചമ്പാരൻ, കിഷൻഗഞ്ച് തുടങ്ങി 20 ജില്ലകളിലെ 122 മണ്ഡലങ്ങളാണ് നാളെ ജനവിധി രേഖപ്പെടുത്തുന്നത്. ഈ 122ൽ 42 BJPയുടെ സിറ്റിംഗ് സീറ്റുകളാണ്. ഞാനിപ്പോഴുള്ളത് മിഥിലാഞ്ചൽ മേഖലയിൽ, അതായത് വടക്കൻ ബീഹാർ മേഖലയിൽ. ഇവിടെയും BJPക്ക് അതിശക്തമായ വേരോട്ടമുള്ള കൂടുതൽ MP-മാരും MLA-മാരുള്ള മേഖലയിലാണ്. ഈ മിഥിലാഞ്ചലിലെ സീതാമഠി ജില്ലയിലാണ് ഞാനിപ്പോഴുള്ളത്. ഇവിടെ ജാനകി ദേവിയുടെ ജന്മസ്ഥാനത്താണുള്ളത്. അതായത് മാ സീതാദേവിയുടെ ജന്മസ്ഥലം പുരാണങ്ങളിൽ വിശേഷിപ്പിക്കുന്ന ഈ മേഖല. ഇവിടെയും വലിയ രീതിയിൽ തീർത്ഥാടകരെത്തുന്ന, ബീഹാറിൽ നിന്ന് മാത്രമല്ല രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തീർത്ഥാടകരെത്തുന്നൊരു പുണ്യഭൂമിയാണ്. ബീഹാറിലെ നിരവധി ആത്മീയ സാംസ്കാരിക മേഖലകളുള്ള അല്ലെങ്കിൽ പുണ്യഭൂമികളുള്ള ഒരു നാട് കൂടിയാണ് ബീഹാർ എന്നുള്ളത്. നളന്ദയാണെങ്കിലും ഗയ, കൂടാതെ ഇവിടെ സീതാമഠി തുടങ്ങി നിരവധി പുണ്യഭൂമികളുള്ള ഒരു മേഖല കൂടിയാണ് ബീഹാർ. അത്തരത്തിൽ ജാനകി ദേവിയുടെ ജന്മദേശമാണ്. ഇവിടെ ക്ഷേത്ര നിർമ്മാണത്തിന് ഇപ്പോൾ കാണുന്നത്, ദൃശ്യങ്ങളിൽ കാണുന്നത് പഴയ ക്ഷേത്രമാണ്, അല്ലെങ്കിൽ പുരാതന ക്ഷേത്രമാണ്. ഇവിടെ തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എത്തിക്കൊണ്ട് പുതിയ ക്ഷേത്രത്തിൻ്റെ ഭൂമിപൂജ നടത്തിയിരുന്നു. അതായത് അയോധ്യ ക്ഷേത്ര മാതൃകയിൽ മാ സീതാദേവിയുടെ ജന്മനാട്ടിൽ സീതാദേവിക്ക് വേണ്ടി ഒരു ക്ഷേത്ര നഗരി എന്നുള്ള ഒരു ആശയത്തിൽ ക്ഷേത്ര നിർമ്മാണത്തിനുള്ള ഭൂമി പൂജയും തറക്കല്ലിടൽ ചടങ്ങും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിർവഹിച്ചിരുന്നു. അതിനെ കാശി ഉൾപ്പെടെ രാജ്യത്തിൻ്റെ വിവിധ പുണ്യ കേന്ദ്രങ്ങളിൽ നിന്നുള്ള ആചാര്യന്മാർ ആ ചടങ്ങിൽ പങ്കെടുത്തു. ഏകദേശം 800 കോടി രൂപ ചെലവിൽ 67 ഏക്കറിലായാണ് മാ ജാനകി ക്ഷേത്രം നിർമ്മിക്കുന്നത്. ആ ക്ഷേത്രത്തിൻ്റെ മാത്രമല്ല, ആ ക്ഷേത്ര നഗരിയുടെ, അയോധ്യയ്ക്ക് സമാനമായി ജാനകി ദേവിയുടെ നാട്ടിലെ ക്ഷേത്ര നഗരിയും ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തും. ഒപ്പം ശ്രീ ജാനകി ജന്മഭൂമി പുനൗരാധാം മന്ദിർ ന്യാസ് സമിതിയുടെ നേതൃത്വത്തിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുക. അത്തരത്തിൽ മാ സീതാദേവിയുടെ നാട്ടിൽ ജാനകി ദേവിക്ക് വേണ്ടി ആ ക്ഷേത്രം ഉയരുന്ന പുണ്യഭൂമിയിലാണ്. ബീഹാർ നാളെ 2ാം ഘട്ട വോട്ടെടുപ്പിന് തയ്യാറെടുക്കുന്നു. വിവരങ്ങൾ നൽകുവാൻ ജിഷ്ണു കൃഷ്ണൻ. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത. ഡൽഹിയിൽ സ്ഫോടനം. ചെങ്കോട്ടയ്ക്ക് സമീപമുള്ള മെട്രോ സ്റ്റേഷനിൽ ആണ് സ്ഫോടനമുണ്ടായത്. 3 കാറുകൾക്ക് തീപിടിച്ചു, 1 കാർ പൊട്ടിത്തെറിച്ചു. വിവരങ്ങളുമായി ശ്രീകാന്ത് ഒപ്പം ചേരുന്നു. ശ്രീകാന്ത്, അല്പം മുമ്പ് നമ്മൾ വാർത്ത നൽകിയതേയുള്ളൂ. ഡൽഹിയിലടക്കം സ്ഫോടനത്തിന് പദ്ധതിയിട്ടത് പൊളിച്ചു കേന്ദ്ര ഏജൻസികളൊപ്പം എന്ന വാർത്ത നമ്മൾ നൽകിയിരുന്നതാണ്.
ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഡൽഹി റെഡ് ഫോർട്ടിന് സമീപം ഇപ്പോൾ സ്ഫോടനം ഉണ്ടായിരിക്കുന്നു. കാറിനുള്ളിലാണ് സ്ഫോടനം ഉണ്ടായത്. നിരവധി വാഹനങ്ങൾ കത്തിയിട്ടുണ്ട് എന്നുള്ളതും ഇപ്പോൾ കിട്ടുന്ന വിവരമാണ്. അതായത് ഈ സ്ഫോടനമുണ്ടായ കാറിന് തൊട്ടടുത്ത് നിർത്തിയിട്ടിരുന്ന നിരവധി വാഹനങ്ങൾ കത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതിന്റെ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ഡൽഹി ഏറ്റവും തന്ത്രപ്രധാനമായ സ്ഥലമാണ് റെഡ് ഫോർട്ട്. ഈ റെഡ് ഫോർട്ടിന് സമീപത്താണ് ഈ സ്ഫോടനം ഉണ്ടായിട്ടുള്ളത് എന്നതാണ് കിട്ടുന്ന വിവരം. ആർക്കെങ്കിലും പരിക്കേറ്റിട്ടുണ്ടോ എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. നിലവിൽ പരിക്കുള്ളതായോ ആർക്കെങ്കിലും ഗുരുതരമായ സാഹചര്യമുള്ളതായോ വിവരം ഇല്ല. പക്ഷേ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുള്ള ദൃശ്യങ്ങൾ അനുസരിച്ച് വളരെ വലിയ സ്ഫോടനം തന്നെയാണ് നടന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. തൊട്ടടുത്തുണ്ടായിരുന്ന കാറുകളിലേക്കൊക്കെ തന്നെ തീ പടർന്നു പിടിച്ചിട്ടുണ്ട്. ഈ റെഡ് ഫോർട്ടിന് സമീപം നിർത്തിയിട്ടിരുന്ന കാറിലാണ് സ്ഫോടനം ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ ഈ CNG വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന CNG ഉപയോഗിച്ചോടുന്ന കാറുകൾ, വാഹനങ്ങൾ ഒക്കെ തന്നെയുണ്ട്. ഇനി അത് മറ്റോ ആണോ പൊട്ടിത്തെറിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. ഈ ഘട്ടത്തിൽ കിട്ടുന്ന വിവരം അനുസരിച്ച് ഇങ്ങനെ ഒരു പൊട്ടിത്തെറി ഉണ്ടായി റെഡ് ഫോർട്ടിന് സമീപം. അത് തൊട്ടടുത്ത് കിടന്ന കാറിലേക്കൊക്കെ തന്നെ തീ പിടിച്ചിട്ടുണ്ട് എന്ന വിവരമാണ് ലഭിക്കുന്നത്. യെസ്, കാറുകൾക്ക് തീപിടിച്ചു, ഒരു കാർ പൊട്ടിത്തെറിച്ചു. ശ്രീകാന്ത്, അധികമായ വിവരങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. കാരണം സംഭവം അല്പം മുമ്പാണ് നടന്നത്. അതുകൊണ്ട് കൃത്യമായൊരു വിവരശേഖരണത്തിനുള്ള സമയമായിട്ടില്ല. എങ്കിൽ പോലും പോലീസോ മറ്റധികൃതരോ എന്തെങ്കിലും പറയുന്നുണ്ടോ? നിലവിൽ ഔദ്യോഗികമായ വിവരങ്ങൾ പുറത്തു വന്ന് തുടങ്ങിയിട്ടില്ല. ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ഈ ചെങ്കോട്ടയ്ക്ക് സമീപം ഈ തീപിടുത്തം ഉണ്ടായി, അത് ബ്ലാസ്റ്റ് തന്നെയാണ് എന്നുള്ള കാര്യമാണ്. വൈകിട്ട് ഇപ്പോൾ 6:55 ഈ പൊട്ടിത്തെറി ഉണ്ടായത് എന്നുള്ള കാര്യം ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഡൽഹി സ്പെഷ്യൽ സെൽ ടീം അവിടേക്ക് തിരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് വൈകിട്ട് 6:55 ഈ ബ്ലാസ്റ്റ് ഉണ്ടാവുകയും തൊട്ടു പിന്നാലെ തീ പടർന്നു പിടിക്കുകയും ചെയ്തത്. തീ അണയ്ക്കുന്നതിനുള്ള ശ്രമം ആ സ്ഥലത്തുണ്ടായിരുന്ന ആളുകളും പ്രദേശവാസികൾ അടക്കം ഇപ്പോൾ നടത്തുന്നുണ്ട്. പക്ഷേ തീ ഇനിയും നിയന്ത്രണ വിധേയമായിട്ടില്ല. ഡൽഹി പോലീസിന്റെ പ്രത്യേക സംഘം സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട്. ഒരു കാര്യം ഓർക്കേണ്ടത്, ഗുജറാത്തിലും ഉത്തർപ്രദേശിലും അടക്കം നിലവിൽ ഇപ്പോൾ ഗുജറാത്തിലും ഉത്തർപ്രദേശിലും അടക്കം കഴിഞ്ഞ 2 ദിവസമായി ഭീകരാക്രമണത്തിനുള്ള നീക്കങ്ങൾ ചില ഭീകര സംഘടനകൾ നടത്തിയിരുന്നു. അതിന്റെ കുറേയധികം ആളുകളെ പിടികൂടുകയും അവരെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. 360 കിലോ RDXുമായി ഒരു ഡോക്ടറെ തന്നെയാണ് ഈ ഡൽഹി ഫരീദാബാദിന് സമീപം പിടിക്കുകയുണ്ടായത്. അപ്പോൾ അവരുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലും ഇതിൽ പങ്കുണ്ടോ എന്നതടക്കം ഉള്ള കാര്യങ്ങളിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. ഇത് നിസ്സാരപ്പെട്ട സ്ഫോടനമല്ല, ഇത് വളരെ വലിയ സ്ഫോടനം. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് കിടന്ന വാഹനങ്ങളിലേക്ക് മുഴുവൻ തീ പടർന്നു പിടിക്കുകയാണ് ഉണ്ടായത്. ദില്ലി പോലീസിന്റെ പ്രത്യേക സംഘം അവിടേക്ക് തിരിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, എടുത്തു പറയേണ്ട കാര്യം, ഈ തൊട്ടടുത്ത് കിടന്ന കാറുകളിലേക്കൊക്കെ തന്നെ ഈ തീ പടർന്ന് പിടിച്ചത് വലിയ തോതിൽ ഈ സാഹചര്യം വഷളാക്കിയിട്ടുണ്ട്, അന്തരീക്ഷം വഷളാക്കിയിട്ടുണ്ട്. ഹോം സെക്രട്ടറിക്ക് ഡൽഹി സിറ്റി പോലീസ് കമ്മീഷണർ എന്താണ് സംഭവിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ബ്രീഫ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 6:55 ഈ സംഭവം ഉണ്ടാകുന്നത്. റെഡ് ഫോർട്ടിന് പുറത്താണ് ഈ സംഭവം ഉണ്ടായത്. നിലവിൽ ഫയർഫോഴ്സ് സംഘം അവിടേക്ക് എത്തിയിട്ടുണ്ട്. തീ അണയ്ക്കുന്നതിനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. തീ നിയന്ത്രണ വിധേയമായിട്ടില്ല. ആളുകൾ അവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. വലിയ ഈ ഇപ്പോൾ കിട്ടുന്ന വിവരമനുസരിച്ച് ഈ മെട്രോ സ്റ്റേഷൻ, ഈ റെഡ് ഫോർട്ടിന് സമീപമുള്ള മെട്രോ സ്റ്റേഷന്റെ 1-ാം നമ്പർ ഗേറ്റിന് പുറത്ത് പാർക്ക് ചെയ്തിരുന്ന കാറിലാണ് ഈ സ്ഫോടനം ഉണ്ടായത് എന്നൊരു വിവരം ഇപ്പോൾ നമുക്ക് പുതിയ അപ്ഡേഷനായി വരുന്നുണ്ട്. അതായത് ഡൽഹിയിലെ ഈ റെഡ് ഫോർട്ടിന് തൊട്ടടുത്തുള്ള മെട്രോ സ്റ്റേഷനിൽ അതിന്റെ 1-ാം നമ്പർ ഗേറ്റിന് സമീപത്തായി പാർക്ക് ചെയ്തിരുന്ന കാറിലാണ് സ്ഫോടനമുണ്ടായത്. അതിന് തൊട്ടടുത്തായി കിടന്ന 3 കാറുകളിലേക്ക് കൂടി തീ പടർന്നു പിടിച്ചു എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം. നിലവിൽ ഈ നമുക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് അത് തീ നിയന്ത്രണ വിധേയമായിട്ടില്ല. തീ ഇപ്പോഴും പടർന്ന് പിടിക്കുകയാണ്. തൊട്ടടുത്തുണ്ടായിരുന്ന 3 കാറുകളിലേക്ക് കൂടി തീ പടർന്ന് പിടിച്ചിട്ടുണ്ട്. വളരെ വലിയ സ്ഫോടനം എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അത് എന്താണ് കാരണം
അതിന് ബ്ലാസ്റ്റിനുണ്ടായ കാരണം എന്താണ് എന്നത് സംബന്ധിച്ച് ഇപ്പോഴും അവ്യക്തത തുടരുകയാണ്. ഇത് പൊട്ടിത്തെറിച്ച് ആ പ്രദേശം ഒന്നാകെ ഒരു വലിയ സ്ഫോടനം നടന്നതിന്റെ അന്തരീക്ഷം അവിടെ മുഴുവൻ കാണാം. തീ നിയന്ത്രണ വിധേയമായിട്ടില്ല എന്നുള്ളത് എന്തായാലും ഇപ്പോഴും തീ പടർന്നു പിടിക്കുന്നു എന്നുള്ളതാണ് വിവരം കിട്ടുന്നത്. ബോംബ് സ്ക്വാഡ് പ്രദേശത്തേക്ക് എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഫയർഫോഴ്സ് സംഘവും പ്രദേശത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ശ്രീകാന്ത്, ഈ നമ്മൾ രാവിലെ മുതൽ നൽകുന്ന വാർത്തയുണ്ട്, ഈ ഗുജറാത്തിലടക്കം RSS ആസ്ഥാനത്തടക്കം ഡൽഹിയിലൊക്കെയും വലിയ കൂട്ടക്കൊലയ്ക്ക് ലക്ഷ്യമിട്ടു എന്ന് കരുതുന്നവരെ പിടികൂടിയിട്ടുണ്ട്. അതായത് കൊടും വിഷമായ റൈസിന് ഉപയോഗിച്ചുള്ള ജൈവായുധ ആക്രമണം അടക്കം പദ്ധതിയിട്ടു എന്നാണ് ആ വാർത്തയിൽ പറയുന്നത്. നോക്കൂ, അവരെയൊക്കെ കൃത്യമായി പിടികൂടി. അപ്പോഴും ഈ ഭീഷണികൾക്ക് ചുറ്റുമുണ്ടായിരുന്നവർ തന്നെയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെന്ന് കൃത്യമായി നമ്മൾ പറഞ്ഞു വെക്കേണ്ട സമയമായിട്ടില്ല. എങ്കിൽ പോലും അതിനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. കാരണം ശ്രീകാന്ത് പറയുന്നുണ്ടല്ലോ വലിയ സ്ഫോടനമാണ് നടന്നത് എന്ന്. കൃഷ്ണരാജ്, ഇന്ന് കഴിഞ്ഞ ദിവസം മുതൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ നമ്മൾ വാർത്താ രൂപത്തിൽ നൽകുന്നുണ്ട്. അതായത് ഗുജറാത്തിൽ ഒരു ഹൈദരാബാദ് സ്വദേശിയായ ഡോക്ടറിന്റെ നേതൃത്വത്തിൽ കൂട്ടക്കൊലയ്ക്ക് പദ്ധതിയിട്ടു. ഭക്ഷണത്തിൽ റൈസിൻ പോലെയുള്ള കൊടും വിഷം കലർത്തിയുള്ള കൂട്ടക്കൊലയ്ക്ക് പദ്ധതിയിട്ടു. ലക്നൌവിലെ RSSന്റെ ആസ്ഥാനം തകർക്കാൻ പദ്ധതി നടത്തി. 360 കിലോ RDXുമായി ഇന്ന് ഡൽഹി ഫരീദാബാദിന് സമീപം 7 പേരെ അറസ്റ്റ് ചെയ്തു. അങ്ങനെ കുറെ അധികം വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അതായത് ഇന്ത്യയെ കത്തിക്കാൻ, ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ, നഗരങ്ങൾ കത്തിക്കാൻ, കൂട്ടക്കൊല നടത്താൻ ഈ ഇസ്ലാമിസ്റ്റ് സംഘടനകൾ, ഭീകരവാദ സംഘടനകൾ പദ്ധതിയിട്ടിരുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമായതാണ്. പക്ഷേ നമ്മുടെ ഇന്റലിജൻസ് സംവിധാനം, നമ്മുടെ സുരക്ഷാ ഏജൻസികൾ അത് കൃത്യമായി തന്നെ അതിൽ ഇടപെടുകയും അത് തടയുകയും ചെയ്യുകയും ചെയ്തിരുന്നു. ഇപ്പോഴിതാ നമുക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് ഈ റെഡ് ഫോർട്ടിന് സമീപം റെഡ് ഫോർട്ടിൽ സ്ഫോടനം ഉണ്ടായിരിക്കുന്നു. അവിടെ മെട്രോ സ്റ്റേഷന്റെ 1-ാം നമ്പർ ഗേറ്റിന് പുറത്ത് നിർത്തിയിട്ടിരുന്ന കാറിലാണ് സ്ഫോടനം നടന്നിട്ടുള്ളത്. 3 കാറുകൾക്ക് കൂടി തീപിടിച്ചിട്ടുണ്ട്. ഫയർഫോഴ്സ് തീയണയ്ക്കുന്നതിനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. തീ നിയന്ത്രണ വിധേയമായിട്ടില്ല. ബോംബ് സ്ക്വാഡ് അവിടേക്ക് എത്തിയിട്ടുണ്ട്. ബോംബ് സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ വ്യാപകമായ പരിശോധന നടത്തുകയാണ്. ഡൽഹിയിൽ ഹൈ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളത് കൂടി ഈ ഘട്ടത്തിൽ. ശ്രീകാന്തിലേക്ക് ഞാൻ വരാം. ഇപ്പോൾ ഗൗതം അനന്തനാരായണൻ കൂടി ചേരുന്നുണ്ട്. ഗൗതം, അതായത് റെഡ് ഫോർട്ടിനടുത്താണിത് സംഭവിച്ചിരിക്കുന്നത്, രാജ്യ തലസ്ഥാനത്താണ്. ഈ സൂചനകൾ അല്ലെങ്കിൽ ലക്ഷ്യമിട്ടിരുന്നു ഡൽഹിയെ അടക്കം എന്ന സൂചനകൾ വാർത്തയായി നമ്മൾ രാവിലെ മുതൽ നൽകിയിരുന്നു. ഒരു കാർ ഉഗ്ര ശബ്ദത്താൽ പൊട്ടിത്തെറിക്കുന്നു. അതിപ്പോൾ മറ്റെന്തെങ്കിലും കാരണത്താൽ, ഇപ്പോൾ CNG വാഹനമാകാം, അങ്ങനെ സംഭവിച്ചതാകാമെന്നൊക്കെ ഒരു വശത്ത് നമുക്ക് കരുതാമെങ്കിലും ഒരു ഉഗ്രസ്ഫോടനം എന്ന തലത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുവെങ്കിൽ അതിന് പിന്നിലാര് എന്ന ചോദ്യം പ്രസക്തമല്ലേ? കൃഷ്ണജയ്, അതുതന്നെയാണ്. അതായത് വളരെ സങ്കീർണമായൊരു സാഹചര്യം വീണ്ടും രാജ്യ തലസ്ഥാനത്ത് ഉണ്ടായിരിക്കുകയാണ്. അതായത് ഡൽഹിയിൽ ഒരു കാലഘട്ടത്തിൽ തുടർച്ചയായി ഇത്തരം സ്ഫോടനങ്ങൾ ഉണ്ടായിരുന്നു. നമുക്കറിയാം, അത് ഈ കോൺഗ്രസ് സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഈ 1-2 UPA സർക്കാരിൻ്റെയൊക്കെ കാലഘട്ടങ്ങളിൽ ഡൽഹിയിൽ സ്ഫോടനം എന്ന് പറയുന്നത് ഒരു വാർത്തയല്ലാണ്ടായി മാറുന്നൊരു പശ്ചാത്തലമൊക്കെ നമുക്കറിയാവുന്നതാണ്. തുടർച്ചയായി സ്ഫോടനങ്ങൾ നടക്കുന്നതാണ്. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. കഴിഞ്ഞ കുറേ നാളുകളായി ഡൽഹി പോലെയുള്ള ഭാരതത്തിലെ തന്ത്രപ്രധാനമായ നഗരങ്ങളിൽ ഒന്നും സ്ഫോടനങ്ങൾ ഉണ്ടായിരുന്നില്ല. വളരെ സമാധാനപരമായ അന്തരീക്ഷം നിലനിൽക്കുന്ന ഒരു ഘട്ടമായിരുന്നു. ഈ സമയത്താണ് ഇപ്പോൾ റെഡ് ഫോർട്ടിന് സമീപത്ത് ഇത്തരം ഒരു സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. ഒരു മരണം ഇതിനകം തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നിരവധി പേർക്ക് പരിക്കേറ്റതായാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉഗ്രസ്ഫോടനമാണ് ഉണ്ടായതെന്ന് ദൃക്സാക്ഷികൾ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ ചെങ്കോട്ട എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ. അവിടെ എല്ലാ ദിവസവും ഈ സായം സന്ധ്യകളിൽ, പ്രത്യേകിച്ച് ഈ വൈകുന്നേരങ്ങളിൽ ധാരാളം ആളുകൾ അവിടേക്ക് എത്താറുണ്ട്. അങ്ങനെ കൂട്ടം കൂടി നടക്കുന്നവരും ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളുമൊക്കെ ഒത്തുകൂടുന്ന ഡൽഹിയിലെ ഒരു വളരെ പ്രധാനപ്പെട്ട സ്ട്രീറ്റാണ് ഈ റെഡ് ഫോർട്ടിന് സമീപത്തുള്ള ചാന്ദിനി ചൗക്കും അതോടൊപ്പം തന്നെ ചെങ്കോട്ട കാണാൻ എത്തുന്ന റെഡ് ഫോർട്ട് പരിസര പ്രദേശങ്ങൾ. അതിനടുത്ത് തന്നെ ലാൽ കിലയിലൊരു ദേവി ക്ഷേത്രമുണ്ട്, അവിടെ തൊഴാനെത്തുന്ന ഭക്തരുണ്ട്. അപ്പോൾ അത് ഏറ്റവും അധികം ആളുകൾ ഡൽഹിയിൽ ഒത്തുകൂടുന്ന ഒരു സ്ഥലമാണ് ഈ റെഡ് ഫോർട്ടിനടുത്തുള്ള സ്ട്രീറ്റുകൾ എന്ന് പറയുന്നത്. അവിടുത്തെ മെട്രോ സ്റ്റേഷൻ്റെ 1-ാം നമ്പർ ഗേറ്റിന് സമീപത്താണ് ഇപ്പോൾ ഈ ഉഗ്രസ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. അതിനാൽ തന്നെ ഇതിൻ്റെ ഗൗരവം വളരെ വലുതാണ്.
എന്നുള്ളതാണ്. ഈ സ്ഫോടനത്തിന് ഭീകര സ്വഭാവമുണ്ടോ ഇല്ലയോ എന്നതൊന്നും നമ്മൾ ഇപ്പോൾ പറയുക അസാധ്യമാണ്. കാരണം ഇതെന്ത് തരത്തിലുള്ള സ്ഫോടനമാണ്, അല്ലെങ്കിൽ നേരത്തെ കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ ഈ വാഹനം എന്തെങ്കിലും സാങ്കേതിക പ്രശ്നത്താൽ പൊട്ടിത്തെറിച്ചതാണോ, അതല്ല നമ്മൾ കരുതുന്നത് പോലെ ഇതൊരു ഭീകര സ്വഭാവമുള്ള സ്ഫോടനമാണെങ്കിൽ ഇതിന്റെ ഗൗരവം വീണ്ടും വീണ്ടും വർദ്ധിക്കുകയാണെന്ന് കാര്യത്തിൽ ഒരു നിമിഷം. അക്കോർഡിംഗ് ടു ദ ഗവൺമെന്റ് സോഴ്സസ് there has been no confirmation of terror attack H. അങ്ങനെ തന്നെയാണ് ഒഫീഷ്യൽ ആയി വരുന്ന വാർത്ത. പക്ഷേ ഗൗതം തന്നെ സൂചിപ്പിച്ചതുപോലെ വൈകുന്നേരങ്ങളിൽ ആളുകൾ കൂടാൻ സാധ്യതയുള്ള ഒരിടം റെഡ് ഫോർട്ടിന് സമീപം ഡൽഹിയാണ്, രാജ്യതലസ്ഥാനമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പരിഗണിക്കേണ്ടി വരുമ്പോഴാണ് നമുക്ക് സംശയം കൂടുന്നത്. അതുതന്നെയാണ് കൃഷ്ണജി ഈ ഘട്ടത്തിൽ. കാരണം ഇതൊരു ഏതാനും മിനിറ്റുകൾക്ക് മുൻപാണ് ഈ സ്ഫോടനം സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നത്. അതിനാൽ തന്നെ ഇതിന് ഭീകര സ്വഭാവമുണ്ടോ എന്ന് സംബന്ധിച്ച് ഇപ്പോൾ നമുക്ക് പറയുക അസാധ്യമാണ്. ഇപ്പോൾ സർക്കാരും വിശദീകരിക്കുന്നത് ഇതൊരു ടെററിസ്റ്റ് അറ്റാക്ക് ആണ് എന്നത് സംബന്ധിച്ചുള്ള കൺഫർമേഷൻ ഈ ഘട്ടത്തിൽ നൽകാൻ കഴിയില്ല എന്നാണ് ആഭ്യന്തര മന്ത്രാലയം ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ അപ്പോഴും നേരത്തെ ശ്രീകാന്ത് ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചതുപോലെ കഴിഞ്ഞ ദിവസമാണ് 3 ഭീകരരെ, ISIS-മായി ബന്ധപ്പെട്ട 3 ഭീകരരെ ഗുജറാത്തിൻ്റെ ATS ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡ് അറസ്റ്റ് ചെയ്തത്. ഇതിൽ 2 പേരെ ഉത്തർപ്രദേശിൽ നിന്നും ഒരാളെ ഹൈദരാബാദിൽ നിന്നുമാണ് പിടികൂടിയത്. ഒരു ഡോക്ടറെ ഉൾപ്പെടെയാണ് പിടികൂടിയത്. അപ്പോൾ ഈ പിടികൂടിയ 3 ഭീകരരെ ചോദ്യം ചെയ്യുന്നതിലൂടെ ഡൽഹി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക എന്നതായിരുന്നു തങ്ങളുടെ ലക്ഷ്യമെന്നും ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനയായ ISIS-ന് വേണ്ടി പ്രവർത്തിക്കുകയായിരുന്നു ലക്ഷ്യമെന്നും ഈ 3 ഭീകരരും ഗുജറാത്ത് ATS-ന്റെ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു കഴിഞ്ഞതാണ്. ഇവർ ലക്ഷ്യമിട്ടത് ഡൽഹി, അതോടൊപ്പം തന്നെ ലക്നൌവിലെ RSS-ന്റെ പ്രാന്ത കാര്യാലയവും അതുപോലെ ഇന്ത്യയിലെ മറ്റു പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളുമൊക്കെ ലക്ഷ്യമിട്ടായിരുന്നു തങ്ങളുടെ പ്രവർത്തനം നടന്നതെന്നതാണ്. അതിൽ ഡൽഹിയിലെ ഒരു പഴച്ചന്ത കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ ഡോക്ടർ കുറേ കാലം പ്രവർത്തിച്ചതെന്നും ഇയാൾ പറയുന്നുണ്ട്. അതായത് ഡൽഹിയിൽ ഏറ്റവും അധികം ആളുകൾ വരുന്ന ചില ചന്തകൾക്കകത്തൊക്കെ പോയി ചില പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിരുന്നുവെന്ന് ഗുജറാത്ത് ATS-ന്റെ ചോദ്യം ചെയ്യലിൽ ഈ പിടികൂടിയ ഒരു IS ഭീകരൻ വ്യക്തമാക്കിയതുമാണ്. അപ്പോൾ ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടക്കുന്നുണ്ട്. മാത്രമല്ല പാകിസ്ഥാൻ കേന്ദ്രീകൃതമായ ചില ഭീകര സംഘടനകൾ ഭാരതത്തിൽ വളരെ ബോധപൂർവമായി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നത് സംബന്ധിച്ചുള്ള ചില പ്രകോപനകരമായ പ്രസ്താവനകൾ നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഇതൊരു ഭീകരാക്രമണമാണോ എന്നത് സംബന്ധിച്ചുള്ള സംശയം സ്വാഭാവികമായും ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നതാണ്. എന്തായാലും സ്ഥലത്ത് ഇപ്പോൾ ഫയർഫോഴ്സും അതോടൊപ്പം തന്നെ ഡൽഹി പോലീസും NSG ഉൾപ്പെടെയുള്ള ഈ ഭീകര സ്വഭാവമുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വിദഗ്ധ പരിശീലനം ലഭിച്ച നമ്മുടെ അർദ്ധസൈനിക വിഭാഗങ്ങൾ അവിടേക്ക് കുതിച്ച് പായുകയാണ്, അവിടേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ആ പ്രദേശം ഇപ്പോൾ പൂർണ്ണമായും അർദ്ധസൈനിക വിഭാഗത്തിൻ്റെ നിയന്ത്രണത്തിലായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ ഘട്ടത്തിൽ ഒരു മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. നിരവധി പേർക്ക് പരിക്കേറ്റതായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഇതിലെല്ലാം ഒരു വ്യക്തത ഇനിയും വരേണ്ടതുണ്ട് കൃഷ്ണരാജ്. യെസ്.